ഞാൻ സംസാരിച്ച നെക്സ്റ്റ് വീഡിയോ ആണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു കോട്ട ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള ഐറ്റം 1000 ബിലോ റേഞ്ച് ആട്ടോ. നമുക്ക് ഈ ഒരു മോഡൽ ഈ വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന ഉറപ്പായിട്ട് 1000 മേളിലായിരുന്നു നേരത്തെ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിപ്പം 1000 ആ ഒരു റേഞ്ചിൽ നിർത്താൻ പാകത്തിനാണ് കൊണ്ടുവന്നേക്കുന്നത്. നല്ല ലെങ്ത് കിട്ടും, നല്ല അടിപൊളി കളേഴ്സ് ആട്ടോ. നല്ലൊരു ലൈറ്റ് ഓറഞ്ച് കളറാണ് ഫസ്റ്റ് വന്നേക്കുന്നത്. ഭയങ്കര ഓറഞ്ച് അല്ല കേട്ടോ, ലൈറ്റായിട്ട് നിൽക്കും, പക്ഷെ നല്ല രസമുണ്ട്. ആ ഒരു നല്ല ഒരു ഓറഞ്ച് കളർ വെച്ചിട്ട് ത്രെഡ് വർക്കും ചെയ്തിട്ടുണ്ട്. ബാക്കി ഫുള്ളായിട്ട് ബാട്ടിക്കിൻ്റെ പ്രിൻ്റാണ് പോയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കളറ് ഏത് വേണോ, കുറച്ചുകൂടെ ഇങ്ങനെ ഡാർക്കായിട്ട് നിൽക്കുന്ന ഇഷ്ടമാണെങ്കിൽ കുറച്ച് ആ ഒരു ലൈനിങ് കൊടുക്കുന്നതിൻ്റെ അകത്ത് ശ്രദ്ധിച്ചാൽ മതി. ചക്കരയും കൊണ്ട് ഡാർക്കായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബ്രൈറ്റായിട്ട് അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. ഇപ്പോൾ സെയിം കളർ തന്നെ മതിയെങ്കിൽ ഇതെടുത്ത് നമുക്ക് ആ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ട് ലൈനിങ് ആക്കി വെച്ചാൽ മതി. നിങ്ങളുടെ ഇഷ്ടം. കോട്ട ഫാബ്രിക് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ലൈനിങ് കൊടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ആ കളർ കുറച്ചുകൂടെ ഡാർക്കോ ലൈറ്റോ നിങ്ങളുടെ ഇഷ്ടത്തിനാക്കി എടുക്കാൻ പറ്റും. നെറ്റ് കോട്ടയുടെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഫാബ്രിക്കാണ്. ഭയങ്കര നല്ല ലെങ്ത്തും കിട്ടും കേട്ടോ. പിന്നെ ഫ്രണ്ട് വർക്ക് ഇതാ ഇതുപോലെ വരും. നമ്പർ വരുന്നത് A711, റേറ്റ് 990 രൂപയുള്ളൂ. 999. എല്ലാം നല്ല നല്ല ഷെയ്ഡ്സ് ആട്ടോ. ഇതൊരു നല്ല ഗ്രീൻ കളർ. ഇതിപ്പോൾ എന്താ എക്സ്പ്ലെയിൻ ചെയ്യുക, നല്ല രസമുണ്ട്. ലീഫ് ഗ്രീൻ്റെ ഒക്കെ കുറച്ചുകൂടെ ഡാർക്കായിട്ട് നിൽക്കുന്ന ഷെയ്ഡ്. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ ഒരു കുറച്ച് ഡാർക്കായിട്ട് നിൽക്കുന്ന ഒരു ത്രെഡ് വർക്ക് യോക്കിൽ കൊടുത്തേക്കുന്നത്. ലെങ്ത്ത് നിങ്ങൾക്ക് ഞാൻ എപ്പോഴും കാണിക്കുമ്പോൾ പറയാറുണ്ട്, ഇതിനൊക്കെ ആണെങ്കിൽ 2.5 എബോവ് കാണും കേട്ടോ. നല്ല ലെങ്തി ആയിട്ട് ഇടുന്നവർക്ക് നല്ലതാണ്. പിന്നെ നമ്മുടെ നോർമൽ കോട്ടയെക്കാളും നന്നായിട്ട് തന്നെ ഒതുങ്ങി കിടക്കും. അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് ചർച്ച ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ നോർമലി തലയിടുന്നവർക്കോ എങ്ങനെ വേണം ഇടാൻ പറ്റുന്ന ഐറ്റം ആട്ടോ. ഇത് നോർമൽ കോട്ട പോലെയല്ല, അത്യാവശ്യം നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്നത്. ഇത് വാഷ് ചെയ്ത് വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. ബോട്ടം സെയിം കളർ തന്നെ. ഇതിൻ്റെ നമ്പർ വരുന്നത് A712, റേറ്റ് 999 ആണ്. അടുത്ത കളർ പീച്ച് കൂടിയിട്ടുള്ള ഷെയ്ഡാണ്. ഫസ്റ്റ് കാണിച്ചത് കുറച്ചൊരു ഓറഞ്ച് മിക്സ് ആയിരുന്നു. ഇത് കുറച്ചുകൂടെ പീച്ചിൻ്റെ ഒരു ടോണിലോട്ടോ വരിക കേട്ടോ. എന്നാൽ ഭയങ്കര ഓവറായിട്ട് നിൽക്കുന്ന കളറല്ല, ഇച്ചിരി ലൈറ്റ് ഷെയ്ഡ്സ് ആണ്. അതിൽ ഫുള്ളായിട്ട് ത്രെഡ് വർക്ക് പോയിട്ടുണ്ട്. എല്ലാം നല്ല നല്ല ഷെയ്ഡ്സ് ആണ്. ഏതെടുത്താലും നല്ല. ഈ കോട്ടയിൽ വരുമ്പോൾ എല്ലാത്തിനും ഒരു വെറൈറ്റി ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ഇടാനും കാണാനും നല്ലതാണ്. മുഖത്തിൻ്റെ എല്ലാവർക്കും ചേരുന്ന തന്നെ ഷെയ്ഡ്സാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഗ്രീൻ എടുത്താലും ഏത് ഷെയ്ഡ് എടുത്താലും അങ്ങനെ ഒരു പ്രശ്നമില്ല. മുഖത്തിന് അങ്ങനെ ഒരു മങ്ങലോ കാര്യങ്ങളോ ഒന്നും വരത്തൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഒരു ആവറേജിൽ നിൽക്കും. നമുക്ക് ഒത്തിരി അങ്ങ് ഓവറായിട്ട് നിൽക്കത്തുമില്ല. അങ്ങനെ ഷെയ്ഡ്സ് ഇടാൻ ഇഷ്ടമുള്ളവരുണ്ട്. ഭയങ്കര ബ്രൈറ്റായിട്ട് നിൽക്കേണ്ട, തീരെ ലൈറ്റും ആയി പോകരുത്, അങ്ങനെ സെലക്ട് ചെയ്യുന്നവരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നല്ല ഐറ്റമാണ്. അത് മാത്രമല്ല ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് വാഷ് ചെയ്ത് റഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സെറ്റ്, നല്ല ലെങ്ത്തും ഒക്കെ നോക്കുന്നവർക്ക്. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. ബോട്ടം സെയിം കളർ സാറ്റിൻ സിൽക്കിൻ്റെ മെറ്റീരിയൽ. നമ്പർ വരുന്നത് A713, റേറ്റ് 999. അടുത്തത് ഒരു ഗ്രീൻ മിക്സഡ് ഷെയ്ഡാണ് കേട്ടോ. ഗ്രീനും ബ്ലൂവും കൂടെ ചേർന്നിട്ട് രാമ ഗ്രീൻ്റെ ഒക്കെ ഏകദേശം ഷെയ്ഡ് കറക്റ്റ് അതല്ല, എന്നാലും കുറച്ച് ഏകദേശം ആ ഒരു കളറുമായിട്ട് മാച്ചായിട്ട് നിൽക്കും. ഫ്രണ്ട് പോർഷനിൽ ഫുള്ളായിട്ട് ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ദുപ്പട്ട വരുന്നത്. ഇത്രയും നന്നായിട്ട് ഒതുങ്ങി കിടക്കും കേട്ടോ. അപ്പോൾ അത് കാണിക്കാനോട് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഇട്ട് കാണിച്ചത്. ഒത്തിരി പറന്ന് നിൽക്കുന്നതല്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ ആ ഒരു ബാട്ടിക്കിൻ്റെ പ്രിൻറ്റ് വന്നിട്ടുണ്ട്. ഫ്രണ്ട് പോർഷന് മാത്രമേ ഉള്ളൂ എംബ്രോയ്ഡറി എക്സ്ട്രാ വരുന്ന. ബോട്ടം സാറ്റിൻ സിൽക്കാണ്. നമ്പർ A715. അടുത്ത കളറാണ്. നല്ല ഷെയ്ഡല്ലേ, ഒരു വൈൻ കൂടിയിട്ടുള്ള ഷെയ്ഡ്. എല്ലാം കോട്ടയിൽ വരുമ്പം നമുക്ക് ആ ഒരു കുറച്ച് വെറൈറ്റി കളറാണ്. നമ്മുടെ സാധാരണ ഭയങ്കര ഡാർക്കായിട്ട് ഈ കോട്ട മെറ്റീരിയൽ അല്ല, നോർമലി വരുമ്പോഴത്തേനും കുറച്ചുകൂടെ ഒരു വേറെ ആയിട്ട് നിൽക്കും. ഈ കോട്ടയിൽ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പം ഒറിജിനൽ ഐറ്റം ആണെങ്കിലും ഇതൊക്കെ ആണെങ്കിലും കളറെല്ലാം ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ. നമുക്ക് സാധാരണ വരുന്നേക്കാളും ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാം നല്ല ഷെയ്ഡ്സാണ്. അതിൻ്റെ അകത്തും ബാറ്റിക്കിൻ്റെ പ്രിൻറ്റും ഫുള്ളായിട്ട് വർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. രണ്ട് സൈഡിലൊക്കെ ഇട്ടാലും അടിപൊളിയാണ്. ശരിക്കും നമുക്ക് ആ കൂടിയതിൻ്റെ ആ ഒരു ലുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. എങ്ങനെ ഇട്ടാലും കാണാൻ നല്ല ഭംഗിയുള്ള ഐറ്റം. ഇതിൻ്റെ നമ്പർ വരുന്നത് A716, റേറ്റ് 999. ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് ഇത് നേരിട്ട് കാണാൻ കുറച്ചുകൂടെ നല്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ കുറച്ചുകൂടെ വേറൊരു കളറായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് ശരിക്കും നമ്മുടെ പീച്ച് തന്നെ. പീച്ചിൻ്റെ അകത്ത് കുറച്ച് റെഡ് കലർത്തിയാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെ ഒരു ഷെയ്ഡാണ് കേട്ടോ. കറക്റ്റ് പീച്ചും അല്ല, റെഡിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷൻ, ആ ഒരു രണ്ടിൻ്റെയും കൂടെ ഒരു ബ്ലെൻഡഡ് കളറാണ് ഇതിന് വന്നേക്കുന്നത്. ബാക്കി അടിപൊളി കളറായതും. പിന്നെ ബോട്ടം വരുന്നത് സെയിം ഷെയ്ഡ് തന്നെ. നമ്പർ A714, റേറ്റ് 990 രൂപയുള്ളൂ. 999.